ഇത് വില്ലീസ് CJ3B എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ നിർമ്മാണം തുടങ്ങിയ വെഹിക്കിളാണ്. ഇപ്പോൾ പ്രൊഡക്ഷൻ നിർത്തിയിട്ടുണ്ട്. ഈ വെഹിക്കിളിൽ നിന്ന് നമ്മൾ ആകെ ചേസും സസ്പെൻഷനും മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം അപ്ഗ്രേഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ചെയ്തേക്കുന്നത്. 57 ജാക്സിൽ ബാക്കും ഫ്രണ്ടും. അതിന് പുറമെ ഗിയർ ബോക്സ് 4-സ്പീഡ് ഗിയർ ബോക്സ് ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ അപ്ഗ്രേഡഡ് ആണ്. ഈ വണ്ടി വന്നിട്ട് നമ്മൾ ഓഫ് റോഡിങ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ വണ്ടി ഉണ്ടാക്കാനുള്ള പാഷൻ ആക്ച്വലി ഞാനൊരു 10 കൊല്ലം ജീപ്പിൻ്റെ മുകളിലേക്ക് ജീപ്പ് ഓടിക്കാൻ വേണ്ടി തുടങ്ങണം. ഞാൻ പല ജീപ്പും യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീൽ ബേസ് സംബന്ധിച്ച് സാധാ വണ്ടീനെക്കാട്ടും 10 ഇഞ്ച് കുറവാണ്. അതിനാൽ നമുക്ക് ഒരുവിധ ഒബ്സ്റ്റക്കിൾസ് മൊത്തം കയറാം. അതുകൊണ്ടാണ് ഈ വണ്ടി എടുത്ത് പണിയാനുള്ള കാരണത്തിലേക്ക് എത്തിയത്. പിന്നെ ജീപ്പിംഗ് എന്ന് പറഞ്ഞാൽ പാഷനാണ്. അതിന് പുറമെ ഒരു താല്പര്യമുള്ള വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയും പോവാം, എന്തും ചെയ്യാം. അങ്ങനെ ഒരു കൺസെപ്റ്റുള്ള വെഹിക്കിളാണ്. നമ്മൾ കാർ കൊണ്ട് പോയി കഴിഞ്ഞാൽ പല സ്ഥലത്തും നമ്മൾ നിർത്തി നടന്നു കൊണ്ടുവരും. പക്ഷേ ഈ വാഹനം ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഏത് ടെറൈൻസും കയറി പോകാവുന്നതാണ്. ഈ വാഹനത്തിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് 2.5 ലിറ്റർ ഇസുസു ട്രൂപ്പർ എഞ്ചിനാണ്. അതിന് പുറമെ KMT90 ഗിയർ ബോക്സും 57 ഇഞ്ച് ഓപ്പൺ നെക്കിളാണ് നമ്മൾ ഇതിൻ്റെ ഹൗസിങ്ങുകൾ യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്ക് റൈറ്റ് ഓഫ് സെറ്റ് ഹൗസിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വന്നിട്ട് നമ്മൾ എയർ ഫിൽട്ടർ സിസ്റ്റം ഉള്ളിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സസ്പെൻഷൻ സിസ്റ്റം ഓവർലീഫിംഗ് SPO എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. അതിന് പുറമെ ഹെവി ഡ്യൂട്ടി സസ്പെൻഷൻ സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. റോൾ കേജസ് ഉണ്ട്. നമ്മൾ സേഫ്റ്റി ഫാക്ടറിൽ വെച്ച് നോക്കുകയാണ്. റോൾ കേജ്, സീറ്റ് ബെൽറ്റ് കാര്യങ്ങൾ മൊത്തം സെക്യൂർഡാണ്. ഈ വെഹിക്കിൾ വന്നിട്ട് നമ്മൾ ഓഫ് റോഡിങ്ങിന് മാത്രം യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ ടയർ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. MT 32 ഇഞ്ച് ടയറാണ് കിടക്കുന്നത്, നാൻകാങ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനീൻ്റെ. പിന്നെ ബ്രേക്കിംഗ് സിസ്റ്റം ആണെങ്കിൽ ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ബാക്ക് ഡ്രമ്മും ഹൈഡ്രോളിക് ക്ലച്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ബൂസ്റ്റർ ബ്രേക്ക് വരുന്നുണ്ട്. നമ്മൾ ഈ വെഹിക്കിളിൻ്റെ അകത്ത് LED ബാർ ലൈറ്റുകളും ഹെല്ലയുടെ ഫോഗ് ലാമ്പുകളുമാണ് ചെയ്തിരിക്കുന്നത്. ഓഫ് റോഡ് പോകുമ്പോൾ ലൈറ്റ്സിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഇതിന് മുന്നിൽ നമ്മളൊരു ബമ്പർ ചെയ്തിട്ടുണ്ട്. ഹെവി ആയിട്ടുള്ള ഇമ്പാക്ട്സ് തടുക്കാൻ വേണ്ടിയും അതിൻ്റെ പുറമെ കാണാനുള്ള സ്റ്റൈലിനും വേണ്ടിയാണ് നമ്മൾ ബമ്പർ ചെയ്തിരിക്കുന്നത്. എക്സ്ട്രാ കൂളിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ ഇലക്ട്രോണിക് ഫാനാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ വെഹിക്കിളിൻ്റെ അകത്ത് നമുക്ക് ഏതൊരു സിറ്റുവേഷനിലും വെള്ളത്തിലിറങ്ങിക്കഴിഞ്ഞാലും നമുക്ക് വാഹനത്തിന് അനാവശ്യം തണുപ്പിക്കാനും അതിന് പുറമെ ബ്രേക്കിംഗ് എഫിഷ്യൻസി കൂടുതൽ കിട്ടാനും നമ്മൾ ചെയ്യുന്നുണ്ട്. ഡിസ്ക് ബ്രേക്കാണ് ചെയ്തിരിക്കുന്നത്. അതിനാൽ നമുക്ക് വെള്ളത്തിലിറക്കുമ്പോൾ ഈ വാഹനത്തിന് വെള്ളത്തിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ജീപ്പുകളിലാണെങ്കിൽ ബ്രേക്ക് കിട്ടില്ല. ഇതിന് ആ കംപ്ലയിൻറ്റ് മാറ്റിയിട്ട് നമ്മൾ ഡിസ്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് വെഹിക്കിളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ വെഹിക്കിളിൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നതിൻ്റെ ഷാസിയാണ്. നമ്മൾ ഷാസിയിൽ നിന്നും പിന്നെയുള്ള അപ്ഗ്രേഡേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്റ്റോക്ക് വെഹിക്കിളിൻ്റെ അകത്ത് 2.2 ലിറ്റർ ഹറിക്കൻ എഞ്ചിനാണ് വരുന്നത്. നമ്മളിപ്പോൾ 2.5 ലിറ്റർ ട്രൂപ്പർ എഞ്ചിനാണ്, ഇസുസു ട്രൂപ്പർ എഞ്ചിനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ 3-സ്പീഡ് ഗിയർ ബോക്സ് ആണ് സ്റ്റോക്ക് വണ്ടിയിൽ വരിക. അതിന് പുറമെ നമ്മൾ 4-സ്പീഡ് KMT90 ഗിയർ ബോക്സ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളത് ഒറിജിനൽ ഹൗസിംഗ് വന്നിട്ട് 47 ഇഞ്ചാണ് അതിൻ്റെ ഹൗസിംഗ് വിടുത്ത്. നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് 57 ഇഞ്ചാണ്. 10 ഇഞ്ചോളം വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി മറിയുന്നതിനായിട്ടുള്ള വ്യത്യാസം കിട്ടും. നമുക്ക് ഒബ്സ്റ്റക്കിളിൽ കയറുമ്പോൾ നമുക്ക് വണ്ടി ചെരിയുമ്പോൾ മറിയാനുള്ള ടെൻഡൻസി കുറയും. അതിൻ്റെ പുറമെ നമ്മൾ വണ്ടി സസ്പെൻഷൻ മൊത്തം ഹെവി ഡ്യൂട്ടി സസ്പെൻഷൻസ് ആണ് ചെയ്തിരിക്കുന്നത്. ജമ്പ് കാര്യങ്ങൾ അടിക്കാൻ വേണ്ടി. പിന്നെ ചേസ് പവർ ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ റോൾ കേജ് കാര്യങ്ങളൊക്കെ പവറിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ കൊടുത്തതാണ് ചേസിനോട് കൂടിയിട്ട്. ഈ വാഹനം ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഞാൻ എൻ്റെ ഓൺ ബിൽഡിങ്ങിൽ ഉണ്ടാക്കിയ വണ്ടിയാണ്, ഓൺ ഐഡിയയിൽ. അപ്പോൾ ഞാൻ 100% ഈ വണ്ടിയായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. കുഴപ്പങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പരിഹരിക്കാത്ത പ്രശ്നങ്ങളെ ഇതിനകത്ത് വരാറുള്ളൂ.
അടുത്തതായിട്ട് ഈ വാഹനത്തിന് പുറമെ എനിക്കൊരു സ്കോർപിയോ CRDI വാഹനത്തിനോടാണ് താല്പര്യം. ഇനി എടുക്കുകയാണെങ്കിൽ തന്നെ ഞാൻ റീബിൽഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ എൻ്റെ ഓൺ ഡിസൈനിങ്ങിൽ ഞാൻ ഫ്രണ്ട് സോൾഡാക്സിലും 4x4 വെഹിക്കിളായിട്ട് ഞാൻ എക്സ്പെക്റ്റേഷൻ ഇതിലാണ് ഇറക്കുന്നത്. കാരണം ഓഫ് റോഡിങ്ങിനായിട്ട് ഇതുള്ളത് കൊണ്ട് ഞാൻ എക്സ്പെക്റ്റേഷൻ വെഹിക്കിളായിട്ടാണ് ഇറക്കുന്നത്. അതായത് ഹിമാലയ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ റൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള ക്വാളിറ്റിയിലേക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇറക്കുന്നത്. A car, dream for some, style statement for many. Always wear your seatbelts and have a safe journey. This is Dhruv signing off.